പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. നമ്മൾ അവസാനത്തെ അതിൻ്റെ അധ്യായത്തിലേക്ക് കടന്നു വന്നിരിക്കുന്നു. 1-2 ആഴ്ചകൾ കൊണ്ട് നമ്മൾ നിശ്ചയമായിട്ടും ഈ യാക്കോബിൻ്റെ ലേഖനം പഠിക്കുവാൻ തക്കോണം കർത്താവ് അവസരം തരുന്നുവെങ്കിൽ അങ്ങനെ ഇടയാകും എന്നുള്ളതിന് യാതൊരു സംശയമില്ല. ദൈവസന്നിധിയിൽ ഇതുവരെയും നമ്മൾ പഠിച്ച വിഷയങ്ങളെല്ലാം, പഠിച്ച കാര്യങ്ങളെല്ലാം അത് നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹപ്രദമായി തീർന്നുവെന്നും ദൈവസന്നിധിയിൽ അതിന് നന്ദിയുള്ളവരുമായിരിക്കാം നമുക്ക്. അപ്പോസ്തലനായ യാക്കോബ് വളരെ വളരെ ശക്തമായിട്ടുള്ള ഒരു ദൂതാണ് ഇവിടെ ജനത്തിന് കൊടുക്കുന്നത്. കാരണം യേശുക്രിസ്തുവിലുള്ള വിശ്വാസം, ഞാൻ എല്ലാ ക്ലാസ്സിൻ്റെയും തുടക്കത്തിൽ ഇത് പറയുന്നതിൻ്റെ കാരണം നിങ്ങൾ ഒരുപക്ഷെ ആരെങ്കിലും ഇത് പിന്നീട് കേൾക്കുകയാണെങ്കിലോ അവരേതെങ്കിലും ഒരു പാർട്ടാണ് കേൾക്കുന്നതെങ്കിലോ അവർ മിസ് ചെയ്യാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ കാര്യം പിന്നെയും പറയുന്നത്. കാരണം അപ്പോസ്തലനായ യാക്കോബോട് പറയുന്ന കാര്യം, നമ്മൾ ക്രിസ്തുയേശുവിലായാൽ ഒരുവൻ്റെ ജീവിതത്തിന് അത് വലിയ വ്യത്യാസം കൊണ്ടുവരും. യേശുവിലുള്ള വിശ്വാസം എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തെ മൊത്തത്തിൽ അത് പോസിറ്റീവായിട്ട് ബാധിക്കുന്ന ഒരു കാര്യമാണ്. നെഗറ്റീവായിട്ടല്ല, പോസിറ്റീവായിട്ട് ബാധിക്കുന്ന, അല്ലെങ്കിൽ നമ്മളെ സ്വാധീനിക്കുന്ന, നമ്മളിൽ വ്യത്യാസം കൊണ്ടുവരുന്ന ഒരു കാര്യമാണ്. സോ ദാറ്റ് ഈസ് സംതിങ് ദാറ്റ് വി ഓൾ ഹാവ് ടു കീപ്പ് ഇൻ മൈൻഡ്. ഇഫ് ദാറ്റ് ഈസ് നോട്ട് ഹാപ്പനിങ് ദെൻ വി നീഡ് ടു ചെക്ക് അവർ ഫെയ്ത്ത്. അത് ഹാപ്പൻ ചെയ്യുന്നില്ലെങ്കിൽ നിശ്ചയമായിട്ടും നമ്മുടെ വിശ്വാസത്തെ നമ്മൾ ഒന്നുകൂടെ ശോധന ചെയ്യേണ്ടത് നമ്മൾ ഏറ്റവും അത്യാവശ്യമായിട്ടുള്ളൊരു കാര്യമാണ്. ഇവിടെ നമ്മുടെ ജീവിതത്തിൻ്റെ ഓരോ നിലപാടുകളും എങ്ങനെയായിരിക്കണം, വ്യക്തികളോടുള്ള ജീവിതത്തിൽ, നമ്മുടെ കുടുംബത്തിനകത്തുള്ള ജീവിതത്തിൽ, നമ്മുടെ ആത്മീയമായിട്ടുള്ള കാര്യങ്ങൾ, നമ്മുടെ കാഴ്ചപ്പാടുകൾ, ഇതെല്ലാം ഇവിടെ യാക്കോബ് അപ്പോസ്തലൻ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ യാക്കോബിൻ്റെ ലേഖനം 5-ാം അധ്യായത്തിൽ നമ്മൾ പണത്തെക്കുറിച്ച്, അല്ലെങ്കിൽ ധനവാന്മാരായിട്ടുള്ള ആളുകളോട് പറയുന്ന ദൂത് നമ്മൾ പഠിക്കുവാൻ തക്കോണം ഇടയായി തീർന്നു. നമ്മുടെ ജീവിതത്തിൽ ദൈവം സമ്പത്ത് തരുമ്പോൾ നമ്മളതിനെ എങ്ങനെയാണ് കാണേണ്ടത് എന്നുള്ള വസ്തുത ഇവിടെ വളരെ വ്യക്തമായിട്ട് നമ്മൾ കാണുവാൻ തക്കോണം ഇടയായി. നമ്മൾ പലപ്പോഴും ഈ ദൈവവചനപ്രകാരം നമ്മൾ ജീവിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ചില കാര്യങ്ങളുണ്ട്. ചിലപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ നമുക്ക് പോകാൻ പറ്റിയില്ലെന്നിരിക്കും, അല്ലെങ്കിൽ മറ്റുള്ളവർ ചെയ്യുന്നത് പോലെ നമുക്ക് ചെയ്യാൻ പറ്റിയില്ലെന്നിരിക്കും. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, പല ആളുകളും സമ്പത്തുണ്ടാക്കാൻ വേണ്ടി കുറുക്കു വഴികൾ അവർ നോക്കാറുണ്ട്. ഒരു ദൈവവൈദ്യനെ സംബന്ധിച്ചിടത്തോളം അവന് കുറുക്കു വഴികൾ പറ്റുകയില്ല, അനീതിയുടെ മാർഗം അവന് പറ്റുകയില്ല. അവനെ സംബന്ധിച്ചിടത്തോളം അവന് പണത്തോടുള്ള അവൻ്റെ കാഴ്ചപ്പാട് വ്യത്യസ്തമാണ്. അപ്പം സ്വാഭാവികമായിട്ടും നമ്മൾ മാനുഷികമായി നമ്മൾ തിങ്ക് ചെയ്യുന്നൊരു കാര്യമുണ്ട്, അയ്യോ എല്ലാവരെയും പോലെ എനിക്ക് പറ്റത്തില്ലല്ലോ. അപ്പോൾ അതിനുള്ളൊരു മറുപടിയാണ് നമ്മൾ ഇന്ന് പഠിക്കുവാൻ വേണ്ടി പോകുന്നത്. ഇവിടെ 7-ാമത്തെ വാക്യം മുതൽ നമ്മൾ പഠിക്കുമ്പോൾ യാക്കോബ് അപ്പോസ്തലൻ പറയുന്ന ചില കാര്യങ്ങളുണ്ട്. യാക്കോബിൻ്റെ ലേഖനം 5-ാം അധ്യായം അതിൻ്റെ 7 മുതലുള്ള വാക്യങ്ങൾ. അപ്പം നമ്മൾ അല്ലാത്ത ആളുകൾ, അല്ലെങ്കിൽ ജീവിതത്തിൽ പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്നു, ഈവൻ പണം ഉണ്ടെങ്കിൽ പോലും അത് ഉപയോഗിക്കുന്നതും അത് എൻജോയ് ചെയ്യുന്നതും മറ്റുള്ളവർ ചെയ്യുന്ന പോലെ അല്ല. അപ്പം അവരോട്, രണ്ടു കൂട്ടരോടും പറയുന്ന ഒരു ദൂതാണ്, എന്നാൽ സഹോദരന്മാരെ, കർത്താവിൻ്റെ പ്രത്യക്ഷത വരെ ദീർഘക്ഷമയോടെ ഇരിപ്പീൻ. അപ്പം നമുക്ക് പേഷ്യൻസ് എന്ന് പറയുന്നത് ഏറ്റവും ആവശ്യമായിട്ടുള്ളൊരു കാര്യമാണ്. കാരണം പലതിൻ്റെയും ഉത്തരം നമുക്ക് ലഭിക്കുന്നത് നിത്യതയില്ല. ചില കാര്യങ്ങൾക്ക് നമുക്ക് മറുപടി നമ്മൾ ഉദ്ദേശിക്കുന്നവണ്ണം ഉദ്ദേശിക്കുന്ന സമയത്ത് ലഭിച്ചില്ലെന്നിരിക്കും. ഞാൻ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട്, നമ്മൾ വെളിപ്പാട് പുസ്തകം പഠിക്കുമ്പോൾ അവിടെ ഒരു കാര്യമുണ്ട്, തൻ്റെ ഭക്തന്മാരുടെ കണ്ണുനീരവൻ തുരുത്തിയിലാക്കി വെക്കുന്നു. അതെന്തിനാണ് എന്ന് എൻ്റെ ഹൃദയത്തിനകത്ത് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. പലരും പല രീതിയിൽ അതിനെ ഇൻറ്റർപ്രറ്റ് ചെയ്യുന്നുണ്ട്. I often think, why is it that God keeps our tears? അപ്പം ദൈവം ഒരു കാര്യം കരഞ്ഞു, അതിന് ഉത്തരം തന്നതാണെങ്കിൽ പിന്നെ എൻ്റെ ആ കണ്ണുനീര് കീപ്പ് ചെയ്യേണ്ട കാര്യമില്ല. അപ്പം എൻ്റെ ചിന്താഗതി ഇങ്ങനെയാണ്, ഒരുപക്ഷെ നമ്മുടെ മറുപടിയില്ലാത്ത കണ്ണുനീരുകളുണ്ടല്ലോ, ദൈവസന്നിധി നമ്മൾ കരഞ്ഞ കാര്യങ്ങൾ, നമ്മൾ ആഗ്രഹിച്ച കാര്യങ്ങൾ, നമ്മൾ ദൈവം എനിക്ക് ഇന്നത് ചെയ്യും എന്ന് പ്രതീക്ഷിച്ചു, പക്ഷേ ആ കാര്യം നമ്മൾ ഉദ്ദേശിച്ചതുപോലെ പോയില്ല. ആ കണ്ണുനീരെല്ലാം അവൻ തുരുത്തിയിലാക്കി വെക്കും. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, തൻ്റെ മക്കളുടെ കണ്ണുനീരൊന്നും വേസ്റ്റ് ആകുന്നില്ല, അതിന് ദൈവം മറുപടി നൽകും. അപ്പം നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, ദീർഘക്ഷമയോടെ ഇരിക്കണം. ദീർഘക്ഷമ നമുക്കില്ലെങ്കിൽ നമ്മുടെ വിശ്വാസ ജീവിതത്തിന് ഏറ്റവും വലിയ തകർച്ച ഉണ്ടാവും. വിശ്വാസ ജീവിതം ശരിക്കും പറഞ്ഞാൽ അത്
വളരെ ദുസ്സഹമായി തീരും നമുക്ക് ദീർഘക്ഷമയില്ലെങ്കിൽ. എന്ന് പറഞ്ഞാൽ നമുക്ക് വെയിറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. പെട്ടെന്ന് നമുക്ക് തോന്നും, എന്തിനാ ഞാനിങ്ങനെ ജീവിക്കുന്നത്, എന്തിനാ ഞാനിങ്ങനെ പ്രാർത്ഥിക്കുന്നത്, എന്തിനാ ഞാനിങ്ങനെ പള്ളിയിൽ പോകുന്നത്, എന്തിനാണ് ഞാൻ വിശ്വസ്തയോടുകൂടെ ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അവിശ്വസ്തരായിട്ടുള്ള ആളുകൾക്ക് പല രീതിയിലുള്ള കാര്യങ്ങൾ നടക്കുന്നു. എൻ്റെ ജീവിതത്തിൽ അതൊന്നും നടക്കുന്നില്ല. നമുക്കറിയാം, നമ്മൾ പഴയ നിയമം നമ്മൾ പഠിക്കുന്ന ഉടനെ മലാക്കി പ്രവചനത്തിനകത്ത് ഒരു കാര്യമുണ്ട്. അവിടെ ദൈവം അവരോട് സംവാദിക്കുക. ദൈവം പറയുക, നിങ്ങളുടെ വാക്കുകളൊക്കെ ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട്. ദൈവം അവരോട് പറയുന്നൊരു കാര്യമാണ്, നിങ്ങളുടെ വാക്കുകളൊക്കെയും ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട്. നിങ്ങൾ ഒരുപക്ഷെ പരിചയമുള്ള ഒരു വേദഭാഗമായിരിക്കാം. നീതിമാന്മാർ തമ്മിൽ തമ്മിൽ സംസാരിച്ചു, യഹോവ ശ്രദ്ധ വെച്ച് കേട്ടു. എൻ്റെ സഭയിൽ ഒരു അച്ചായനുണ്ടായിരുന്നു, മരിച്ചുപോയി അദ്ദേഹം. ഈ കഴിഞ്ഞ വർഷം അദ്ദേഹം മരിച്ചുപോയി. അദ്ദേഹം ഇങ്ങനെയുള്ള ചില കാര്യങ്ങളൊക്കെ, കുസൃതി ചോദ്യങ്ങളൊക്കെ എന്നോട് ചോദിക്കുന്ന ഒരു പതിവുണ്ട്. അദ്ദേഹത്തിന് തീരെ വയ്യാതെയൊക്കെ ഇരിക്കുമ്പോഴും ഞാൻ അവിടെ ചെല്ലുമ്പോൾ അദ്ദേഹം ഇങ്ങനെ തമാശ രൂപേണ, പാസ്റ്ററെ അതെന്താണ് അങ്ങനെ അവിടെ എഴുതിയിരിക്കുന്നത്, അതെന്താണ് ഇങ്ങനെ അവിടെ എഴുതിയിരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് പുള്ളിക്ക് അറിയാൻ എൻ്റെ ഉത്തരവെങ്കിലും പുള്ളി എന്തെങ്കിലുമൊക്കെ ഒന്ന് തമാശ പറയേണ്ടതിന്. അപ്പം എന്നോട് ചോദിക്കുന്നൊരു ചോദ്യമാണ്, ഈ യഹോവ ഭക്തന്മാർ ശ്രദ്ധ, അവർ തമ്മിൽ തമ്മിൽ സംസാരിച്ചു, യഹോവ ശ്രദ്ധ വെച്ച് കേട്ടു. എൻ്റെ പാസ്റ്റർ, യഹോവന്മാർ എന്തുമായിരിക്കും സംസാരിച്ചത് എന്ന് അദ്ദേഹം തമാശ രൂപേണ എന്നോട് ചോദിക്കും. ഞാൻ പറഞ്ഞ, അച്ഛാ അതവിടെ എഴുതിയിട്ടുണ്ട്, അച്ഛൻ തന്നെ പറ എന്ന് പറഞ്ഞ് ഞാൻ അദ്ദേഹത്തെ പറയിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്ന ആ ഒരു സമയം ഞാൻ പെട്ടെന്ന് എൻ്റെ മനസ്സിലേക്ക് അത് കടന്നു വന്നു. അവിടെ ഇരിക്കുന്ന കാര്യം, ഇവർ തമ്മിൽ സംസാരിക്കുക. ഇവർ തമ്മിൽ സംസാരിക്കുന്ന എന്താണെന്ന് ചോദിച്ചാൽ, യഹോവയെ സേവിക്കാൻ ഇറങ്ങിയത് കൊണ്ട് പ്രയോജനമൊന്നുമില്ല. നമുക്ക് ചുറ്റുമുള്ള ആളുകളെല്ലാം നല്ല രീതിയിൽ അവർ പ്രോസ്പർ ചെയ്യുന്നു. ദുഷ്ടന്മാർ അവർ പ്രോസ്പർ ചെയ്യുന്നു. ദുഷ്ടന്മാരായിട്ടുള്ള ആളുകൾ അവർ എന്ത് ചെയ്താലും ഒരു കുഴപ്പമില്ല. നമ്മളെന്തെങ്കിലും ഒന്ന് ചെയ്തു പോയെങ്കിൽ അത് കുഴപ്പമാകുന്നു. അവരുടെ സംസാരത്തിൻ്റെ സാരാംശം ഇതാ. യഹോവയിൽ ഭക്തിയുള്ള ആളുകളാണ് അവരിത് പറയുക. അപ്പോൾ ദൈവം അവരോട് പറയുക, നിങ്ങളുടെ സംസാരം ഞാൻ ശ്രദ്ധ വെച്ച് കേൾക്കുന്നുണ്ട്. നിങ്ങൾ ഈ പറയുന്ന ശരിക്കും പറഞ്ഞാൽ പിറുപിറുപ്പ് അല്ലെങ്കിൽ പാഴാങ്കം പറയുക എന്ന് മലയാളത്തിൽ പറയും. അങ്ങനെ ഉള്ള പറച്ചിൽ ഞാൻ കേൾക്കുന്നുണ്ട്. പക്ഷെ നിങ്ങൾക്കറിയാത്തൊരു കാര്യമുണ്ട്, നിങ്ങളുടെ ദിവസം വന്നിട്ടില്ല. എൻ്റെ നാൾ വരുമ്പം എന്നെ സ്നേഹിക്കുന്നവരെ, എന്നോട് ഭക്തിയുള്ളവരെ ഞാൻ എങ്ങനെ ട്രീറ്റ് ചെയ്യും എന്നുള്ളത് നിങ്ങൾ കാണാനിരിക്കുന്നതേ ഉള്ളൂ. അങ്ങനെ അവിടെ ആ വചനം പറഞ്ഞേക്കുന്നത്. അപ്പം ചിലപ്പം നമ്മുടെ ജീവിതത്തിൽ ഈ ദീർഘക്ഷമയില്ലെങ്കിൽ നമ്മൾ വഴിയിൽ വെച്ച് ഇട്ടേച്ച് പോകാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ പ്രത്യാശയ്ക്ക് ഭംഗം വരാനുള്ള സാധ്യതയുണ്ട്. ദീർഘക്ഷമ നമ്മുടെ ജീവിതത്തിൽ ഇല്ലെങ്കിൽ നമ്മൾ ആകെ ഫ്രസ്ട്രേറ്റഡ് ആകും. കാര്യം, ഇതിനൊന്നും അർത്ഥമില്ല എന്ന് നമുക്ക് തോന്നും. നമുക്ക് മുന്നോട്ട് പോകാനുള്ള ബലം നമുക്കില്ലാതെ വരും. അപ്പം അതുകൊണ്ടാണ് ഇവിടെ പറഞ്ഞേക്കുന്നത്, സഹോദരന്മാരെ, കർത്താവിൻ്റെ പ്രത്യക്ഷത വരെ നിങ്ങൾ ദീർഘക്ഷമയോടെ ഇരിപ്പീൻ. എന്നിട്ടൊരു ഉദാഹരണം കൂടെ പറഞ്ഞേക്കുക. കൃഷിക്കാരൻ ഭൂമിയുടെ വിലയേറിയ ഫലത്തിന് കാത്തുകൊണ്ട് മുൻമഴയും പിന്മഴയും അതിന് കിട്ടുവോളം ദീർഘക്ഷമയോടെ ഇരിക്കുന്നുവല്ലോ. തിങ്ക് ചെയ്ത് നോക്കേ, ഒരാൾ അദ്ദേഹം കൃഷി ചെയ്യാൻ വേണ്ടി തൻ്റെ ഭൂമി എല്ലാം നല്ല പ്രത്യാശയോടുകൂടെ അല്ലെങ്കിൽ നല്ല പ്രതീക്ഷയോടുകൂടെ നിലമെല്ലാം ഒരുക്കി, അതിനുശേഷം അദ്ദേഹം അതിൻ്റെ വിത്ത് പാകി അത് കിളിച്ചു, അതിന് വെള്ളമൊഴിക്കുന്നു, അതിന് വേണ്ട കാര്യങ്ങളെല്ലാം ചെയ്യുന്നു, വളവിടുന്നു. പക്ഷേ ഈ പുള്ളി പ്രതീക്ഷിക്കുന്ന പോലെ പെട്ടെന്ന് അങ്ങോട്ട് ഇത് വരുന്നില്ല എന്നുണ്ടെങ്കിൽ നിശ്ചയമായിട്ടും അയാളുടെ വെള്ളമൊഴിക്കുന്നതും അയാളുടെ പ്രയത്നത്തിനുമൊക്കെ അതിന് പ്രയാസമായി തീരും. ഞാൻ ഈ കഴിഞ്ഞ പ്രാവശ്യം നാട്ടിൽ പോയപ്പോൾ എൻ്റെ സഭയിലുള്ളൊരു മെമ്പറിൻ്റെ വീട്ടിൽ ഞാൻ പോകുവാൻ തക്കോണം ഇടയായിത്തീർന്നു. അദ്ദേഹം വളരെ രസകരമായൊരു കാര്യം പറഞ്ഞു. അവരുടെ വീടിന് മുമ്പിൽ നല്ല ഒരു മാവ്, അദ്ദേഹം ഒരിക്കലും ഇവിടുന്ന് പോയപ്പോൾ അദ്ദേഹം അവിടെ വെച്ച് പിടിപ്പിച്ചൊരു മാവാണ്. അപ്പം അവർ പറഞ്ഞ കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, ഈ മാവ് 1-2 വർഷം കൊണ്ട്, എനിക്ക് ഓർക്കുന്നില്ല എത്ര വർഷമാണെന്ന്, വളരെ ചുരുങ്ങിയ വർഷം കൊണ്ട് അത് ഭയങ്കരമായി കായ്ക്കും എന്ന് പറഞ്ഞാണ് ഈ മാവ് ഇദ്ദേഹത്തിന് കൊടുത്തത്. മാവ് വളർന്ന് വലിയൊരു മരമായി. 8 കഴിഞ്ഞു, 10 വർഷമായി, എനിക്ക് തോന്നുന്നു 11 വർഷം അങ്ങനെ കണ്ട ഒരു സമയം പറഞ്ഞു അദ്ദേഹം. അത്രയും സമയമായിട്ടും ഇതിനകത്ത് ഫലം കായ്ക്കുന്നില്ല. ഓരോ വട്ടവും അദ്ദേഹം ഇവിടെ നിന്ന് പോകുമ്പം താനെ വീട് നോക്കാൻ ഏൽപ്പിച്ചവരെ വിളിച്ചേച്ച് പറയും, ഇതങ്ങ് വെട്ടിക്കളഞ്ഞേരെ,
ഇതുകൊണ്ട് യാതൊരു പ്രയോജനമില്ല. ചുമ്മാതെ ഉള്ള ഇലയും ഇതെല്ലാം വീടിൻ്റെ മുന്നിലോട്ട് വീഴുന്നതല്ലാതെ ഈ പറഞ്ഞ പോലുള്ള യാതൊരു പ്രയോജനമില്ല. ഇതിങ്ങനെ തളിർത്ത് വളരുകയാണ്, നല്ല കാര്യമായിട്ടത് വളരുന്നുണ്ട് എന്ന് പറഞ്ഞു. പക്ഷേ ഈ ഏൽപ്പിച്ച ആള്, ഈ വെട്ടാൻ ഏൽപ്പിച്ച ആള് മടി മൂലം പിന്നെ ആകട്ടെ എന്ന് ചിന്തിച്ച് അദ്ദേഹം വെട്ടിയില്ല. എന്നിട്ട് ഞാൻ ചെന്ന വർഷം എന്നോട് പറഞ്ഞു, എൻ്റെ പാസ്റ്റർ ഇത്രയും വർഷത്തിന് ശേഷം അത് നിറച്ച് എന്തൊരു മധുരമുള്ള മാങ്ങ, അത് നിറയെ മാങ്ങ കായ്ക്കുവാൻ തക്കോണം ഇടയായി തീർന്നു. ഒന്ന് ചിന്തിച്ച് നോക്കിയേ, ഈ മനുഷ്യൻ ഇത് വെട്ടിക്കളയാൻ പറഞ്ഞു, അവർ കേട്ടു, അത് വെട്ടിക്കളഞ്ഞിരുന്നെങ്കിൽ അതിൻ്റെ ഫലം വരികയില്ലായിരുന്നു. അതേ ഉദാഹരണമായി ഇവിടെ ദൈവത്തിൻ്റെ വചനത്തിനകത്ത് പറഞ്ഞേക്കുന്നത്, കൃഷിക്കാരൻ ഭൂമിയുടെ വിലയേറിയ ഫലത്തിന് കാത്തുകൊണ്ട് മുൻമഴയും പിന്മഴയും അതിന് കിട്ടുവോളം ദീർഘക്ഷമയോടെ ഇരിപ്പീൻ. നിങ്ങളും ദീർഘക്ഷമയോടെ ഇരിപ്പീൻ. കാരണം നമ്മുടെ പല പ്രാർത്ഥനകൾക്കുമുള്ള മറുപടിയും അതുപോലെ തന്നെ നമ്മുടെ അവസ്ഥയ്ക്കുമൊക്കെ വ്യത്യാസം വരുന്നത് കർത്താവ് വരുമ്പോഴാണ്, അവൻ്റെ പ്രത്യക്ഷതയില്ല. നമുക്ക് പല കാര്യങ്ങൾക്കും ഇവിടെ വെച്ച് മറുപടി ലഭിച്ചില്ലെന്നിരിക്കും, ഇവിടെയുള്ള എല്ലാ കാര്യങ്ങളും നേരെ ആയില്ലെന്നിരിക്കും, നമ്മൾ ഉദ്ദേശിക്കുന്ന വണ്ണം ജീവിതത്തിൽ നന്മ കൊണ്ട് ചിലപ്പോൾ നിറഞ്ഞില്ലെന്നിരിക്കും. ചിലപ്പോൾ നമ്മൾ നമ്മുടെ പ്രയത്നത്തെ നോക്കുന്നു, തെറ്റായ രീതിയിൽ ചെയ്യുന്ന ഒരുവനെ നോക്കുമ്പം അവൻ പ്രോസ്പർ ചെയ്യുന്ന പോലെ നമുക്ക് തോന്നും. ഒരു ജോലിക്ക് അപ്ലൈ ചെയ്യുന്ന ഉടനെ ഇല്ലാത്ത കള്ളത്തരമൊക്കെ എഴുതി വെച്ച് ഒരാൾ അപ്ലൈ ചെയ്യുന്നു, വേറൊരാൾ സത്യസന്ധമായി കാര്യങ്ങളൊക്കെ എഴുതുന്നു. ഒരാൾ ഇല്ലാത്ത എക്സ്പീരിയൻസ് ഫാബ്രിക്കേറ്റ് ചെയ്ത് കൊടുക്കുന്നു, മറ്റേയാൾ സത്യസന്ധമായി എനിക്ക് ഇത്ര എക്സ്പീരിയൻസ് ഉള്ളെന്ന് പറയുന്നു. ഒരാൾ ബിസിനസ് ചെയ്യുമ്പോൾ ഇല്ലാത്ത ലാഭം, അല്ലെങ്കിൽ നേരത്തെ ഞാനിങ്ങനെ ചെയ്തപ്പോൾ എനിക്ക് ഇങ്ങനെയൊക്കെ ഉണ്ടായെന്ന് പറഞ്ഞ് ലോൺ എടുത്ത് അവൻ ബിസിനസ് ചെയ്യുന്നു, മറ്റേയാൾ സത്യസന്ധമായിട്ട് എഴുതുന്നു, അവന് കിട്ടുന്നില്ല. അപ്പം നിശ്ചയമായിട്ടും ഇവരുടെയൊക്കെ ജീവിതത്തിൽ, അങ്ങനെ ചെയ്യുന്ന ആളുകളുടെയൊക്കെ ജീവിതത്തിൽ പ്രയാസമുണ്ടാകും. പ്രത്യേകിച്ച് അവർ പ്രാർത്ഥിക്കുന്നവരാണെങ്കിൽ, പ്രത്യേകിച്ച് അവർ ദൈവമായിട്ടുള്ള ബന്ധത്തിൽ പോകുന്നവരാണെങ്കിൽ അവർ ചിന്തിക്കും, എന്തുകൊണ്ട് ഇങ്ങനെയൊക്കെ നടക്കുന്നു, എന്തുകൊണ്ട് എൻ്റെ കാര്യങ്ങൾക്ക് പ്രയാസം, എന്തുകൊണ്ട് ദൈവം ആ കാര്യങ്ങൾ നീക്കുന്നില്ല, ഞാൻ കരയുന്നു, ഞാൻ പ്രാർത്ഥിക്കുന്നു, ഞാൻ ദൈവസന്നിധി നേരോടെ നടക്കുന്നു, എന്നിട്ട് എനിക്ക് എന്നും പ്രതിസന്ധിയാണ്. അപ്പം ഇവിടെ ഈ പറഞ്ഞേക്കുന്ന വാക്കുകൾ നമ്മൾ എടുക്കണം. യാക്കോബ് അപ്പോസ്തലൻ ഇവിടെ പറഞ്ഞിരിക്കുന്ന വാക്കുകൾ നമ്മുടെ ക്രിസ്തീയ ജീവിതം ബലപ്പെടണമെന്നുണ്ടെങ്കിൽ അത് എടുക്കണം. കാരണം ഇവിടെ വച്ചല്ല നമ്മൾ ചെയ്യുന്നതിൻ്റെ അല്ലെങ്കിൽ തെറ്റിൻ്റെയും ശരിയുടെയും യഥാർത്ഥത്തിലുള്ള ന്യായവും അല്ലെങ്കിൽ അതിനോടനുബന്ധിച്ചുള്ള പ്രതിഫലവും ഒക്കെ ലഭിക്കുന്നത് ഇവിടെ അല്ല. ഒരു പക്ഷേ ഇവിടെ ചില കാര്യങ്ങൾ നമുക്ക് ജീവിതത്തിൽ ലഭിച്ചെന്നിരിക്കാം. അത് ദൈവം നമ്മളെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിനും ദൈവത്തോടുള്ള ബന്ധത്തിൽ നമ്മൾ വർദ്ധിച്ചു വരേണ്ടതിനും ഒക്കെ അങ്ങനെ സംഭവിച്ചെന്നിരിക്കാം. പക്ഷേ അതുകൊണ്ട് എല്ലായ്പ്പോഴും അങ്ങനെ ആയിരിക്കണം എന്ന് ഇല്ല. ഞാൻ ഉദാഹരണം പറയാം. ചില ആളുകൾ ഇങ്ങനെ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്, നിങ്ങൾ കർത്താവിന് വേണ്ടി കൊടുക്കണം, നിങ്ങൾ കൊടുക്കേണ്ട കാര്യമാണ്. ഞാൻ $100 കൊടുത്താൽ, 100 പൗണ്ട് കൊടുത്താൽ എനിക്ക് അടുത്ത ആഴ്ച തന്നെ 100 പൗണ്ട് കൂടി ഇങ്ങോട്ട് ലഭിക്കും. നിങ്ങളും കേട്ടിട്ടുണ്ടായിരിക്കും അങ്ങനെയൊക്കെ പറയുന്ന ആൾക്കാരെ. ചില പാസ്റ്റേഴ്സും പറയും അങ്ങനെ. ഞാൻ അവരോട് പറയും, അങ്ങനെ എന്നോട് പറയുന്ന ആൾക്കാരോട് ഞാൻ പറയുന്നൊരു കാര്യമുണ്ട്, ദൈവം തരുവാൻ തക്കോണം ശക്തനാ. ദൈവം ചില കാര്യങ്ങൾ നമുക്ക് അങ്ങനെ തരും. ഞാനും അങ്ങനെ അനുഭവിച്ചിട്ടുണ്ട്. പക്ഷേ അത് എന്തിനാണെന്ന് അറിയാമോന്ന് ചോദിക്കും. നമ്മളൊരു കുഞ്ഞിൻ്റെ ഇരിക്കും, നമ്മൾ പറയും, മക്കളെ നീ വാങ്ങിച്ചിട്ട് ഇപ്രാവശ്യം വരാമെങ്കിൽ ഞാൻ നിനക്ക് ആ ഗെയിം കൺസോൾ വാങ്ങിച്ചു തരാം. അവൻ വാങ്ങിച്ചുകൊണ്ട് വരുന്നു, നമ്മൾ ആ ഗെയിം കൺസോൾ വാങ്ങിച്ചു കൊടുക്കുന്നു. അടുത്ത പ്രാവശ്യം പറയും, നീ ഈ ഗ്രേഡിൽ ഏറ്റവും ടോപ്പ് റാങ്കിലേക്ക് നീ വരാമെന്നുണ്ടെങ്കിൽ ഞാൻ നിനക്ക് സൈക്കിൾ വാങ്ങിച്ചു തരാം. അവനത് വാങ്ങിച്ചിട്ട് വരുന്നു, നമ്മൾ സൈക്കിൾ വാങ്ങിച്ചു കൊടുക്കുന്നു. അടുത്ത പ്രാവശ്യം അവനോട് പിന്നെയും എന്തെങ്കിലും ഇങ്ങനെ പറയുന്നു, അവൻ അന്നേരവും അത് ചെയ്യുന്നു, നമ്മൾ ആ കാര്യം സാധിച്ചു കൊടുക്കുന്നു. ഇനി അടുത്ത പ്രാവശ്യം അവനത് ചെയ്യുമ്പോൾ നമ്മളത് കൊടുക്കുന്നില്ല. അതിൻ്റെ കാരണം എന്താണെന്നറിയാം? നമ്മുടെ ഉദ്ദേശം ഇവൻ ഓരോ ഗ്രേഡിലും അവൻ പാസ്സായി വരുമ്പോൾ, അവൻ ഏറ്റവും ടോപ്പായി വരുമ്പം ഇവന് സൈക്കിൾ വാങ്ങിച്ചു കൊടുക്കുക, കൺസോൾ വാങ്ങിച്ചു കൊടുക്കുക എന്നല്ല. നമ്മൾ അവനെ പഠിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്, കുഞ്ഞെ നീ നിൻ്റെ കഴിവ് മുഴുവൻ ഉപയോഗിച്ച് നീ അത് ചെയ്യണം. അതാണ് യഥാർത്ഥത്തിലുള്ള കാര്യം. അവൻ്റെ ജീവിതത്തിൻ്റെ ഭാഗം അതായി കഴിയുമ്പം പിന്നെ നമ്മൾ അവന് ഗിഫ്റ്റ് കൊടുത്ത് അവനെ പ്രോത്സാഹിപ്പിക്കത്തില്ല. ആ കാര്യത്തിന് ദൈവം അത് തന്നെ ചെയ്യും. നമ്മളെ കൊടുക്കുവാൻ പഠിപ്പിക്കേണ്ടതിന് വേണ്ടി ചില കാര്യങ്ങൾക്ക് അന്നേരം നമുക്ക് മറുപടി ലഭിച്ചെന്നിരിക്കും. പക്ഷെ പിന്നീട് നമ്മൾ കൊടുക്കുന്നതിനൊന്നും അതേപടി ഒന്നും ലഭിച്ചില്ലെന്നിരിക്കും. മിക്കവാറും ലഭിക്കത്തില്ല. ഞാൻ ഉള്ള കാര്യം ഉള്ളവരെ പറയുക. കാരണം എന്താ?
നമ്മളിവിടെ ചെയ്യുന്നതിൻ്റെയൊക്കെ പ്രതിഫലം പിന്നീടാണ്. അത് നമുക്ക് വേണ്ടി ഒരിക്കലും ക്ഷയമോ കോട്ടമോ മാലിന്യമോ ഒന്നുമില്ലാത്ത എന്നേക്കും നിലനിൽക്കുന്ന പ്രതിഫലം നമുക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ട്. നമ്മുടെ പ്രവൃത്തികൾക്ക് പ്രതിഫലം ലഭിക്കുന്ന ഒരു നാളുണ്ട്. അപ്പോൾ ക്രിസ്തീയ ജീവിതത്തിൽ നമ്മൾ മുന്നേറണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ആവശ്യമായിട്ടുള്ളൊരു കാര്യമാണ് ദീർഘക്ഷമ. അതുകൊണ്ട് അവിടെ പറഞ്ഞേക്കുന്നത്, സഹോദരന്മാരെ, കർത്താവിൻ്റെ പ്രത്യക്ഷത വരെ ദീർഘക്ഷമയോടിരിപ്പിൻ. കൃഷിക്കാരൻ ഭൂമിയുടെ വിലയേറിയ ഫലത്തിന് കാത്തുകൊണ്ട് മുൻമഴയും പിന്മഴയും അതിന് കിട്ടുവോളം ദീർഘക്ഷമയോടിരിക്കുന്നല്ലോ. ഒരു കൃഷിക്കാരൻ്റെ ഉദാഹരണമാണ് പറയുന്നത്. കാരണം അവനത് കാത്തിരുന്നാൽ അവൻ അതിനുള്ള പ്രതിഫലമുണ്ട്. നിങ്ങളും ദീർഘക്ഷമയോടിരിപ്പിൻ. എന്നിട്ട് അടുത്ത പറഞ്ഞേക്കുക, നിങ്ങളുടെ ഹൃദയം സ്ഥിരമാക്കുവിൻ. നിങ്ങളുടെ ഹൃദയം സ്ഥിരമാക്കുവിൻ. എസ്റ്റാബ്ലിഷ് യുവർ ഹാർട്ട്, കീപ് യുവർ ഹാർട്ട് സ്റ്റഡി. ഈ പല ആളുകളുടെയും കുഴപ്പം എന്താണെന്നറിയാമോ? ഈ ഹൃദയം ഇങ്ങനെ ചഞ്ചലപ്പെട്ടുകൊണ്ടിരിക്കുന്ന. ഒരു ദിവസം അവർ ഭയങ്കര ആത്മീയമായിട്ട് ഭയങ്കര സന്തോഷമായിരിക്കും. കർത്താവ് ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നല്ലോ, എനിക്ക് വളരെ സന്തോഷം, അതിന് സാക്ഷി പറയുന്നു, ഭയങ്കര എക്സൈറ്റഡ് ആകുന്നു. അടുത്ത ദിവസം ഹൃദയം ഭയങ്കര ഡൗൺ ആകുന്നു. They go in cycles, going up, going down. ഒരു റോളർ കോസ്റ്ററിലൂടെ പോകുന്നത് പോലെയാണ് പല ആളുകളുടെയും ജീവിതം. അവർ ഭയപ്പെടുന്നു, അവരാകെ കൂടെ വല്ലാണ്ടാകുന്നു. അവരുടെ ജീവിതത്തിൽ ഒരു സന്തോഷം അനുഭവിക്കാൻ പറ്റുന്നില്ല. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, റോളർ കോസ്റ്റർ കയറിയിട്ടുള്ള എല്ലാവർക്കും അറിയാം, നമ്മളത് കയറുന്ന ഉടനെ വലിയ സന്തോഷത്തോടാണ് കയറുന്നത്. എന്നിട്ട് കുറച്ച് ഒരു ലെവലിലൊക്കെ പോകുന്ന ഒരു സന്തോഷമാണ്. പിന്നെ ഹൈറ്റുകൾ അങ്ങോട്ട് കയറുമ്പോൾ തന്നെ ആകെ കൂടെ നമുക്ക് വെപ്രാളമാകുന്നു, നമ്മൾ ആകെ കൂടെ സ്ക്രീൻ ചെയ്യുന്നു. പക്ഷേ ഇനി നിങ്ങൾ ആരെങ്കിലും, എനിക്ക് വളരെ ഇഷ്ടമുള്ളൊരു കാര്യമാണ് റോളർ കോസ്റ്ററിൽ കയറുന്നത്. അതിൻ്റെ കീ ഇത്രയേ ഉള്ളൂ, ഞാൻ ഇതിനകത്ത് നിന്ന് എങ്ങും പോകാൻ പോകുന്നില്ല, എന്നെ ഇതിനകത്ത് പിടിച്ചിരുത്തിയേക്കാണ്. നോ മാറ്റർ വാട്ട്, ഞാൻ കിടന്ന് ബലം പ്രയോഗിക്കേണ്ട കാര്യമൊന്നുമില്ല, ചുമ്മാ ഒന്ന് ഇരുന്ന് കൊടുത്ത് നോക്കുമല്ലോ. നിങ്ങൾ ആ റൈഡ് മുഴുവൻ എൻജോയ് ചെയ്യും. അത് മുകളിലോട്ട് പോയാലും ചലിച്ചാലും എങ്ങനെയൊക്കെ മാറിയാലും നിങ്ങളത് എൻജോയ് ചെയ്യും ആ റൈഡ്. ചില കയറുമ്പോഴെ കണ്ണം കടയ്ക്കും വല്ലാതെ. ക്രിസ്തീയ ജീവിതം ഇതേപടിയാണ്. എന്തെങ്കിലും ഒരു കാര്യം വരുമ്പോൾ ചിലപ്പോൾ നമ്മൾ എക്സൈറ്റഡ് ആകുന്നു, അടുത്ത ദിവസം നമ്മൾ വല്ലാതെ ഭാരപ്പെടുന്നു, നമ്മൾ കരയുന്നു, നമ്മൾ നിലവിളിക്കുന്നു, നമ്മളാകെ കൂടെ നമ്മൾ സ്ഥിരതയില്ലാത്ത ആളുകളായിട്ട് മാറുന്നു. അതുകൊണ്ടാണ് യാക്കോബ് അപ്പോസ്തലനോട് പറയുന്നത്, നിങ്ങളുടെ ഹൃദയം സ്ഥിരമാക്കുവിൻ. ഇതാരാ ചെയ്യേണ്ടത്? നമ്മളാ ചെയ്യേണ്ടത്. നമ്മൾ ചിലപ്പം ദൈവത്തോടെ പറയും, കർത്താവേ എൻ്റെ ഹൃദയത്തെ അങ്ങ് സ്ഥിരമാക്കണം. നോ, വി ഹാവ് ടു ഡു ഇറ്റ്. കർത്താവെ അതിനുള്ള ഗ്രേസ് എനിക്ക് തരണം എന്ന് പറയുന്നതിന് കുഴപ്പമുള്ള കാര്യമൊന്നുമല്ല. പക്ഷേ നമ്മളാണത് ചെയ്യേണ്ടത്, നമ്മുടെ ഹൃദയത്തെ സ്ഥിരമാക്കണം. അപ്പം ഈ ക്വാളിറ്റികൾ ഒന്ന് നോക്കണമേ. നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളായത് ദീർഘക്ഷമയോടെ നമ്മൾ ഇരിക്കണം. പിന്നെ നമ്മൾ ചെയ്യേണ്ട കാര്യമാണ് നമ്മുടെ ഹൃദയത്തെ നമ്മൾ സ്ഥിരമാക്കണം. വെരി കീപ്പ് അവർ ഹാർട്ട് സ്റ്റഡി. എങ്ങനെയാണ് നമ്മുടെ ഹൃദയത്തെ നമ്മൾ സ്ഥിരമാക്കുന്നത്? നമ്മൾ പലപ്പോഴും നമ്മുടെ ഹൃദയത്തെ നമുക്ക് സ്ഥിരമാക്കാൻ പറ്റത്തില്ല. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ ഫീലിംഗ് ഡ്രിവൺ ആളുകളായിട്ട് മാറുന്നു. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും, ഫീലിംഗ് ഡ്രിവൺ പീപ്പിൾ, അല്ലെങ്കിൽ ഇമോഷൻ. നമ്മളെല്ലാ കാര്യത്തിൻ്റെയും അളവുകോല് നമ്മൾ പലപ്പോഴും നമ്മുടെ ഇമോഷൻസ് അല്ലെങ്കിൽ നമ്മുടെ ഫീലിങ്സ് ഇതിനകത്ത് നമ്മൾ പെടുത്താറുണ്ട്. കാരണം നമുക്ക് എങ്ങനെയാണോ ഫീൽ ചെയ്യുന്നത് അതാണ് നമ്മൾ അളക്കാൻ ഉപയോഗിക്കുന്നത്. ഞാനൊരു കാര്യം ചെയ്തു, എനിക്കതിനകത്തൊരു ഒരു നല്ല ഫീലിംഗ് തോന്നുന്നില്ല, സന്തോഷത്തിൻ്റെ ഒരു ഫീലിംഗ് തോന്നുന്നില്ല. അപ്പം നമ്മളത് വിട്ട് കളയുന്നു, നമുക്കത് ചെയ്യാൻ പറ്റുന്നില്ല. ഒരാൾ നമ്മളെ സ്തുതിച്ചെന്തെങ്കിലുമൊക്കെ പറയുമ്പോൾ നമുക്ക് ഭയങ്കര ഹാപ്പി ആകുന്നു. അടുത്ത നിമിഷം അദ്ദേഹം അല്ലെങ്കിൽ വേറൊരാൾ നമ്മളെക്കുറിച്ച് എന്തെങ്കിലും പറഞ്ഞു എന്ന് കേൾക്കുമ്പം നമുക്ക് ആ കൂടെ പ്രയാസമാകുന്നു, നമ്മൾ കരയുന്നു, നമ്മൾ ദേഷ്യപ്പെടുന്നു, നമ്മൾ റിയാക്ട് ചെയ്യുന്നു. അങ്ങനെയുള്ള ആളുകളെല്ലാം അവർ ഇമോഷൻ ഡ്രിവൺ ആയിട്ടുള്ള ആളുകളാണ്. ദേ ആർ ഇമോഷൻ ഡ്രിവൺ പീപ്പിൾ. ഒത്തിരി കരയുകയും ഒത്തിരി ഹൃദയം ഡിപ്രസ്ഡ് ആകുകയൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ മനസ്സിലാക്കിക്കോണം, നമ്മുടെ ഹൃദയത്തിന് അത്ര ഉറപ്പില്ല എന്നുള്ളൊരു കാര്യം. അങ്ങനെയുള്ള ആളുകളെ പിശാചിന് തോൽപ്പിക്കുവാൻ വളരെ എളുപ്പമാണ്.
അങ്ങനെയുള്ള ആളുകൾ അവരുടെ ജീവിതത്തിൽ അനേകം നന്മകൾ നഷ്ടപ്പെട്ടവരായിട്ട് തീരും. ഞാൻ പറയുന്ന വാക്കുകൾ ശ്രദ്ധിച്ചോണം. നമ്മൾ എത്തേണ്ട ലെവലിൽ ഒരിക്കലും നമ്മൾ എത്തുകയില്ല. ദൈവം നമ്മളെക്കുറിച്ച് ഉദ്ദേശിച്ചേക്കുന്ന കാര്യങ്ങളിലേക്ക് നമ്മൾ ഒരിക്കലും എത്തുകയില്ല. അത് നമ്മൾ വളരെ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഇമോഷണലി നമ്മൾ വല്ലാതെ അപ്പ് ആൻഡ് ഡൗണിലൂടെ പോകുന്ന ഒരാളാണെങ്കിൽ നമ്മൾ ഒരു കാരണവശാലും നമ്മൾ എത്തേണ്ട നിലവാരത്തിൽ എത്തുകയില്ല. നമ്മളെപ്പോഴും ഒരു ജോലി ചെന്നു, അയാൾ എന്നെ നോക്കി, അയാൾ ഇങ്ങനെ എന്നോട് ഇടപെട്ടു, അയാൾ ഇങ്ങനെയാണ്, എൻ്റെ ബോസ് ഇങ്ങനെ ഇടപെട്ടു, നമ്മൾ അങ്ങ് ഹൃദയം വേദനപ്പെടുക എന്നിരുന്നോട്ടെ, നമ്മൾ ഒരിക്കലും ആ ജോലിയിൽ നമ്മൾ എക്സൽ ചെയ്യത്തില്ല. പല ആളുകളും ഫീലിംഗ് ബേസ്ഡ് ക്രിസ്ത്യൻ ലൈഫും ഫീലിംഗ് ബേസ്ഡ് ആയിട്ടുള്ള നമ്മുടെ ജീവിതത്തിൽ ദിനംപ്രതിയുള്ള ജീവിതം അങ്ങനെ ആയിത്തീരും. അങ്ങനെയുള്ള ആളുകൾ ഒരിക്കലും ഒരു ലെവലിലേക്ക് എത്തത്തില്ല. ക്രിസ്ത്യൻ ലൈഫിനകത്തും ചില ആൾക്കാർ എപ്പോഴും എക്സൈറ്റ്മെൻ്റ് ആണ് ഉദ്ദേശിക്കുന്നത്. എല്ലാ സമയത്തും എക്സൈറ്റ്മെൻറ്റ് ഉദ്ദേശിക്കുന്ന ആൾക്കാരുണ്ട്. എക്സൈറ്റ്മെൻ്റ് ഇല്ലെങ്കിൽ, ഇന്ന് പാസ്റ്ററുടെ പ്രസംഗം ശരിയായില്ല, ഇന്ന് അവിടുത്തെ ആരാധന ഒരു സുഖമില്ലായിരുന്നു. കാര്യം എന്തോ അവർ പറയുന്നതിൻ്റെ കാരണം അവർ ഇമോഷണലി എക്സൈറ്റഡ് ആയില്ല. അവരെ മറ്റുള്ളവർക്ക് എക്സൈറ്റ് ചെയ്യാൻ പറ്റിയില്ല. ഇന്ന് ജോലിക്കൊരു സുഖമില്ലായിരുന്നു. But you already went there. You already did your responsibility. You were able to handle all those things even though it was really troublesome. You were able to manage things even when it was really tough. Praise the Lord. God gave you grace. ദൈവം ഗ്രേസ് നിങ്ങൾക്ക് തന്നു. നിങ്ങളെ പുലർത്തി ഇത്രയും നാൾ. നിങ്ങൾ നന്ദി പറയാറുണ്ടോ അതോ ഭാരപ്പെടുകയാണോ ചെയ്യുന്നത്? അപ്പം എന്താ എൻ്റെ കാര്യം? ആ ഹൃദയത്തിനകത്ത് ആ സ്ഥിരത വന്നിട്ടില്ല. വലിയ പാടാണ് കേട്ടോ. ഇങ്ങനെയുള്ള ഹസ്ബൻഡ് വൈഫ് ഉണ്ടെന്നിരുന്നോട്ടെ, ആരോ ആയിക്കോട്ടെ, ഹസ്ബൻഡ് ആയിക്കൊള്ളട്ടെ, വൈഫ് ആയിക്കൊള്ളട്ടെ, ദി അതർ പേഴ്സൺ ഈസ് ഗോയിങ് ടു സ്ട്രഗിൾ എ ലോട്ട്. ഇമോഷണൽ മെച്യൂരിറ്റി എന്ന് പറയുന്നത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ഇനി ഏതെങ്കിലും ഒരു നല്ല പൊസിഷൻ ചെയ്യാൻ പറ്റുമോ? നമ്മളൊരു പൊസിഷൻ എടുത്തുനിന്നിരിക്കട്ടെ, ഒരു മാനേജറായിരുന്നിരുന്നോട്ടെ, ഒരു പാസ്റ്ററായിരുന്നിരുന്നോട്ടെ, ഒത്തിരിയും റെസ്പോൺസിബിലിറ്റികളുണ്ട്. എത്രയോ ആളുകൾ ചിലപ്പോൾ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ ഇഷ്ടപ്പെടാതെ അവർ പ്രതികരിച്ചെന്നിരിക്കും. അന്നേരം ചിരിക്കാൻ പറ്റുന്നുണ്ടോ? അന്നേരം ശാന്തമായിട്ട് ഇടപെടാൻ പറ്റുന്നുണ്ടോ? അന്നേരവും നമ്മുടെ ഹൃദയത്തെ സ്റ്റഡിയായിട്ട് കീപ്പ് ചെയ്യാൻ പറ്റുന്നുണ്ടോ? അങ്ങനെ ഒരാളാണെങ്കിൽ നിങ്ങൾ അടുത്ത പ്രൊമോഷനുള്ള വഴിയിൽ വാതിലിൽ നിൽക്കുകയാണെന്നുള്ളതിന് യാതൊരു സംശയമില്ല. കാരണം തൻ്റെ കുഞ്ഞുങ്ങൾ കഷ്ടപ്പെട്ട ആ രീതിയിലാകാൻ നമ്മൾ ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല. നമുക്കറിയാം ചില മാതാപിതാക്കളുണ്ട്, അവരുടെ കുഞ്ഞുങ്ങളെ എവിടെയെങ്കിലുമൊക്കെ പറഞ്ഞു വിടും. പണ്ടത്തെയൊക്കെ സമയത്ത് മക്കളെ ഇവിടുത്തെ പഠിത്തമൊക്കെ കഴിഞ്ഞ് നീ ബോംബെക്ക് പോയിക്കോ, നീ അല്ലെങ്കിൽ ഡൽഹിക്ക് പോയിക്കോ, അല്ലെങ്കിൽ നീ ഇന്ന സ്ഥലത്തേക്ക് പോയിക്കോ. ഇവനെ അവിടെ പറഞ്ഞു വിട്ട് കഴിഞ്ഞിട്ട് ഇവൻ അന്ന് മുതൽ ഫോൺ ചെയ്യുമ്പോൾ, അയ്യോ ഇവിടെ ജോലിക്ക് ഭയങ്കര പാടായി, എനിക്ക് ആഹാരം അങ്ങനെയാണ് ഇങ്ങനെയാണ്, എനിക്ക് പറ്റുന്നില്ല. കുറച്ച് കഴിയുമ്പം ആ മാതാവും പിതാവും പറഞ്ഞ് എന്നാൽ നീ ഇങ്ങ് പോരെ. അവൻ എത്തേണ്ടിടത്ത് എത്തത്തില്ല. അതിൻ്റെ കാര്യം അവൻ ഇമോഷണലി സ്ട്രോങ് ആകുന്നില്ല. അവൻ്റെ ഹൃദയം അവന് സ്ഥിരമാക്കാൻ പറ്റുന്നില്ല. ചില ആളുകൾ അങ്ങനെയുള്ളവരുണ്ട്. ഞങ്ങൾ പലപ്പോഴും പറയും, ചില ആളുകൾ കഴിഞ്ഞ ആഴ്ചയിൽ എൻ്റെ സഭയിൽ ഉള്ള ഒരു മെമ്പർ എന്നോട് പറഞ്ഞൊരു കാര്യം ഞാൻ ഇപ്പോഴും നിങ്ങളോട് പറയുക. എൻ്റെ പാസ്റ്ററെ, ഞങ്ങൾ നോർത്ത് ഇന്ത്യയിലായിരുന്നു ജനിച്ചതും വളർന്നതും അവിടുന്ന് ഞങ്ങൾ US മൂവ് ചെയ്തു. ഇവിടെ വന്ന് ഇത്രയും ദിവസവും എൻ്റെ ഹൃദയത്തിനകത്ത് ഞാൻ എന്തിനാണ് ഇങ്ങോട്ട് വന്നത്? എനിക്ക് അവിടെ വീടുണ്ടായിരുന്നു, ഞാൻ അത് വിറ്റു. ഇവിടെ വന്ന് ആ വീടും വിറ്റ് 2 കാറും വാങ്ങിച്ച് അവിടെ ഇവിടെയും പോയി കഴിഞ്ഞപ്പോഴത്തേന് എൻ്റെ കയ്യിരുന്ന വീട് വിറ്റ കാശും പോയി. എനിക്കിനി അവിടെ വീടുമില്ല. ഞാനിവിടെ വന്നു, നല്ല ജോലിയായിരുന്നു അവിടെ ചെയ്തുകൊണ്ടിരുന്നത്. എനിക്കിവിടെ വന്ന് എൻ്റെ ജോലിയിൽ ആ രീതിയിലൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. എനിക്ക് ആകെ കൂടെ അങ്ങ് വിഷമമായി. അപ്പം ഞാനിങ്ങനെ എപ്പോഴും ഇരുന്ന് നെഗറ്റീവായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കും. അങ്ങനെ ഇരുന്നപ്പോൾ ഒരു ദിവസം എൻ്റെ മോൻ വളരെ എന്നോട് പറഞ്ഞു, കഴിഞ്ഞ 2-3 ആഴ്ചയ്ക്ക് മുന്നേ എൻ്റെ മോന് എന്നോട് പറഞ്ഞു, നിങ്ങളിരുന്ന് പ്രാർത്ഥിച്ചല്ലേ ഇവിടേക്ക് വരാൻ വേണ്ടി? നിങ്ങളിരുന്ന് ഇവിടെ വരുന്നതിന് വേണ്ടി പ്രാർത്ഥിച്ചതല്ലേ? ദൈവത്തോടെ മുട്ടിപ്പാട്ട് ചോദിച്ചതല്ലേ? ദൈവമാണ് നിങ്ങളെ അയക്കുന്നതെന്നുള്ള വിശ്വാസത്തിലും ദൈവമേ വീസ തരണേ എന്നൊക്കെ പറഞ്ഞിട്ടല്ലേ ഇവിടെ വന്നത്? ഇവിടെ വന്നു കഴിഞ്ഞിട്ട് നിങ്ങൾ എന്താ ഈ നെഗറ്റീവ് പറയുന്നതെന്ന് ചോദിച്ചു. നിങ്ങൾക്ക് എപ്പോഴെങ്കിലും കർത്താവെ എന്നെ ഇതിലോട്ട് അയച്ചു, എന്നെ അതിലും അതിശയമായിട്ട് അങ്ങക്ക് നടത്താൻ പറ്റും എന്ന് നിങ്ങൾ എന്തുകൊണ്ട് വിശ്വസിക്കുന്നില്ല? നിങ്ങൾ പോണേ പൊയ്ക്കോ എന്ന് പറഞ്ഞ് മക്കൾ 2 പേരും വളരെ ഹാർഷായിട്ട് സംസാരിച്ചു. അപ്പം എന്നോട് ഇദ്ദേഹം പറയുകയാണ്, എൻ്റെ പാസ്റ്റർ, അന്ന് ഞാൻ എൻ്റെ മനസ്സിൽ ഉറപ്പിച്ചു, എന്നെ ദൈവം ഇവിടെ കൊണ്ടുവന്നതാണ്.
ദിസ് ഇസ് എ ന്യൂ എക്സ്പീരിയൻസ്. ഞാൻ പഴയത് വിട്ടു. ഞാൻ എന്നത് വിട്ടോ എൻ്റെ ജീവിതത്തിന് എല്ലാ രീതിയിലും വ്യത്യാസം വരാൻ തുടങ്ങി. ഐ എം റിയലി ഹാപ്പി നൗ എന്നെന്നോട് പറഞ്ഞു. ഞാൻ എന്തിനാ ഇത് പറഞ്ഞതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ ഹൃദയം സ്ഥിരപ്പെടുത്തിയെങ്കിൽ മാത്രമേ നമ്മുടെ ജീവിതത്തിൽ ലഭിക്കേണ്ട കാര്യങ്ങൾ നമുക്ക് ലഭിക്കുകയുള്ളൂ. അതുപോലെ തന്നെ ദൈവം നമ്മളെക്കുറിച്ച് ഉദ്ദേശിക്കുന്ന ആ ലെവൽ അല്ലെങ്കിൽ ആ ഡെസ്റ്റിനി അല്ലെങ്കിൽ നമ്മൾ ആകേണ്ട നിലവാരത്തിലേക്ക് നമ്മൾ എത്തുകയുള്ളൂ. മൂന്നാമതായി, നമ്മുടെ വിശ്വാസ ജീവിതം അതിൻ്റെ ഫലം കാണണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഹൃദയം സ്ഥിരമാക്കി വെച്ചേ ഒക്കത്തുള്ളൂ. There is no other alternative. There is no other way. There is nothing you can do. Just have to keep your heart steady and trust in the Lord. പ്രോസസ്സ് നടക്കുമ്പം നമ്മൾ ദൈവത്തെ ട്രസ്റ്റ് ചെയ്യുക. എൻ്റെ കർത്താവ് അറിയുന്നുണ്ട്. നമ്മൾ ദൈവത്തെക്കുറിച്ച് പറയുമ്പം നമുക്കറിയാവുന്നൊരു കാര്യമാണ്, അവൻ നീതിമാന. നമ്മുടെ പ്രാർത്ഥനയുടെ തുടക്കത്തിൽ തന്നെ നമ്മൾ എപ്പോഴും പറയുന്ന ഒരു വാചകമാണ് നീതിമാൻ. അങ്ങ് നീതിമാനാകിയാൽ സ്തോത്രം, അങ്ങയുടെ നീതി നിലനിൽക്കുന്നതാകിയാൽ സ്തോത്രം. നമ്മൾ കരുണാസമ്പന്നനും നീതിമാനുമായ, ചിലരുടെ പ്രാർത്ഥനകളുടെ തുടക്കം എങ്ങനെയാണ്, നീതിമാനുമായ ഞങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവേ. എന്താ ഈ നീതിമാൻ എന്ന് പറഞ്ഞാൽ? നീതിപൂർവം കാര്യം ചെയ്യുന്നയാൾ. എല്ലാത്തിനകത്തും നീതിയുണ്ട്. നമ്മൾ ഏതെങ്കിലും ഒരു കാര്യം നീതിമാനായ കർത്താവിനോട് പറയുമ്പം നീതിയുള്ളവനായതുകൊണ്ട് നമ്മൾ അതിനുവേണ്ടി നിൽക്കുന്നുണ്ട്. നമ്മുടെ പ്രതിഫലം ഒരിക്കലും ദൈവം ചോർത്തിക്കളയത്തില്ല. അത് നമുക്ക് ലഭിക്കുക തന്നെ ചെയ്യും. പക്ഷേ നമ്മൾ ചെയ്യേണ്ട കാര്യം ഇത്രേ ഉള്ളൂ, നമ്മുടെ ഹൃദയം നമ്മൾ സ്ഥിരമാക്കണം, നമ്മൾ ദൈവത്തെ ട്രസ്റ്റ് ചെയ്യണം. അപ്പോൾ ദീർഘക്ഷമയോടിരിക്കണം. പിന്നെ നമ്മുടെ ഹൃദയത്തെ സ്ഥിരമാക്കുവിൻ, കർത്താവിൻ്റെ പ്രത്യക്ഷത സമീപിച്ചിരിക്കുന്നു. ഓൾവേസ് അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ഗാഡ്സ് കമ്മിങ് ഈസ് നിയർ. അപ്പം നമ്മളത് മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. എന്നിട്ട് അടുത്ത ഒരു കാര്യം കൂടെ പറയുന്നുണ്ട്, സഹോദരന്മാരെ, വിധിക്കപ്പെടാതിരിക്കാൻ ഒരുവൻ്റെ നേരെ ഒരുവൻ ഞെരങ്ങിപ്പോകരുത്. നമ്മൾ കംപ്ലൈൻ പറയുന്നവരായിട്ട് തീരരുന്ന. ഞെരങ്ങിപ്പോകുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം കംപ്ലൈനേഴ്സ് ആകരുത്. നമ്മൾ ഒരാളുടെ ലൈഫിനെ നോക്കിയിട്ട് അയാളുടെ ജീവിതം ഇങ്ങനെയൊക്കെ പോകുന്നു, എനിക്ക് എന്നും പ്രയാസമാണ്. അയാളുടെ കുഞ്ഞുങ്ങൾക്കെല്ലാം നല്ല രീതിയിൽ വിദ്യാഭ്യാസം കിട്ടുന്നു, ഞാൻ പ്രാർത്ഥിക്കാൻ ഇറങ്ങി എനിക്കിതൊക്കെയാണ് കിട്ടുന്നത്, അത് ഞാൻ ഞെരങ്ങിപ്പോവാന്ന് പറയുന്നത്. നമ്മൾ ഒരുവന് നേരെ നമ്മൾ ഞെരങ്ങുക. വി ആർ കംപ്ലൈനിങ്, വി ആർ സെയിങ് ഓൾ ദോസ് തിങ്സ്. നമ്മൾ യഥാർത്ഥത്തിൽ നമ്മൾ വിധിക്കുകയും കൂടെ ചെയ്യുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അയാൾ യോഗ്യനല്ല, പക്ഷെ അയാൾക്കത് കിട്ടുന്നു. ഞാൻ യോഗ്യനാ, എനിക്ക് കിട്ടേണ്ട കാര്യം കിട്ടുന്നില്ല. നമ്മൾ വിധിക്കുക, ആ ആളിനെ വിധിക്കുക. കാര്യം നമ്മൾ അയാൾക്ക് കിട്ടിയെന്ന് പറഞ്ഞ് ഭാരപ്പെടുമ്പോൾ അതിൻ്റെ അർത്ഥം വി ആർ സെയിങ് ദാറ്റ് ഹി ഡസൻറ്റ് ഡിസേർവ് ഇറ്റ് ആൻഡ് ഐ ഡിസേർവ് ഇറ്റ് ആൻഡ് ഐ ഡോണ്ട് ഗെറ്റ് ദാറ്റ് ആൻഡ് ഹി ഈസ് ഗെറ്റിംഗ് ഇറ്റ്. നമ്മൾ രണ്ട് കുഞ്ഞുങ്ങളുണ്ടെങ്കിൽ അവർ വഴക്കുണ്ടാക്കും. ഒരാൾക്ക് ഒരു ടോയ് വാങ്ങിച്ചു കൊടുക്കുമ്പം ഇവൻ്റെ കയ്യിൽ ഇരിക്കുന്നത് നല്ലതാണെങ്കിലും ഇവൻ അതേലല്ല നോക്കുന്നത്, ഇവൻ അടുത്തിരിക്കുന്നവൻ്റെ ടോയിലാണ് നോക്കുന്നത്, അവൻ്റെ സഹോദരൻ്റെ കയ്യിൽ ഇരിക്കുന്ന ടോയിലാണ് നോക്കുന്നത്. എന്നിട്ട് അവൻ അതേ നോക്കിയിട്ട് പറയാം അതിന് കളർ കൂടുതലുണ്ട്, അത് കുറച്ചും കൂടെ അതിൻ്റെ ലൈറ്റ്സ് നല്ലതാണ്, എനിക്കുള്ളത് രണ്ടും ഒരേ സംഭവമായിരിക്കും, രണ്ട് നിറമായിരിക്കും എന്നുള്ളതേ ഉള്ളൂ. പക്ഷേ കംപ്ലൈൻ ചെയ്യും. ഇതെവിടെയാണ് നമ്മളും കംപ്ലൈൻ ചെയ്യുന്നത്? In a way we are saying that he doesn't deserve it. I deserve and I am not getting it. അങ്ങനെ ചെയ്താൽ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം പ്രത്യേകിച്ച് നമ്മൾ പ്രതിസന്ധി കൂടെ പോകുമ്പോഴാണ് ഇത് കൂടുതലും പറയുന്നത്. നമ്മൾ പ്രാർത്ഥിക്കുന്നു, ഒരാൾക്ക് ജോലി കിട്ടുന്നു, നമ്മൾ പ്രാർത്ഥിക്കുന്നു, നമുക്ക് ജോലി കിട്ടുന്നില്ല, മറ്റേ ആൾക്ക് പ്രൊമോഷൻ കിട്ടുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ ഹൃദയത്തിനകത്ത് ചേടാ ഞാനിതിരുന്ന് പ്രാർത്ഥിക്കുകയും ഉപസിക്കുകയും ചെയ്തിട്ട് എൻ്റെ കാര്യമൊന്നും നേരെ അവന് പ്രൊമോഷൻ കിട്ടി. So in a way we are saying that he doesn't deserve it. I pray a lot, I give, I just share gospel with other people. I'm there for everything in the church, but I'm not getting any of those things. Don't do that. Remember this, be patient. ദീർഘക്ഷമയോടിരിക്കുക, നമ്മുടെ ഹൃദയത്തെ സ്ഥിരമാക്കുക. കാരണം ദൈവം ഇതെല്ലാം നമുക്ക് അനുകൂലമായി ചെയ്യുന്ന ദൈവമാണ്. എന്നിട്ടൂടെ പറയുക, നമ്മൾ വിധിക്കപ്പെടും. അങ്ങനെ ചെയ്താൽ നമ്മളും വിധിക്കപ്പെടും.
നമ്മൾ പലപ്പോഴും ഈ വിധിയുടെ കാര്യം വരുമ്പം നമ്മൾ വളരെ മുന്നിൽ നിൽക്കുന്ന ആൾക്കാരാണ്. നമ്മൾ മറ്റുള്ളവരെ വിധിക്കുവാൻ നമ്മൾ വളരെ ഉത്സാഹം പലപ്പോഴും കാണിക്കാറുണ്ട്. നമ്മൾ അങ്ങനെയുള്ളവർ ആയി തീരരുത്. ദൈവത്തിൻ്റെ വചനം വളരെ മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായത്തിനകത്ത് വരുന്നോടനെ അവിടെ വ്യക്തമായിട്ട് കർത്താവ് പറയുന്നൊരു കാര്യമുണ്ട്, നീ വിധിക്കരുത്. വിധിച്ചാൽ അതേ അളവിനാൽ നമുക്ക് ലഭിക്കും. നമ്മൾ പലപ്പോഴും ആ കോണ്ടെക്സ്റ്റിൽ നിന്നൊക്കെ അതൊക്കെ മാറ്റിയിട്ട് നമ്മൾ നല്ലൊരളവ് കർത്താവ് തരും, അമർത്തി കുലുക്കി തരും എന്നൊക്കെ പറഞ്ഞ പണത്തെക്കുറിച്ചാണ് പറയുന്നത്. പക്ഷേ ആ വാക്യം പറഞ്ഞിരിക്കുന്നത് വിധിക്കുന്നതിൻ്റെ കോണ്ടെക്സ്റ്റിലാണ് പറഞ്ഞിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഒരുത്തനെ വിധിച്ചാൽ അതേ മെഷർ വെച്ച് നമ്മളെ മെഷർ ചെയ്യും. എന്നിട്ട് ആ ലെവലിലല്ല നമുക്ക് കിട്ടാൻ പോകുന്നത്, അതിൻ്റെ അപ്പുറത്തതാണ് നമുക്ക് ലഭിക്കാൻ പോകുന്നത്. നല്ല അമർത്തി കുലുക്കി കവിയുന്നൊരളവ് നമുക്ക് കിട്ടും. അപ്പം നിശ്ചയമായിട്ടും നമ്മൾ ആ ഒരു ലെവലിലേക്ക് പോകരുത്. വിശ്വാസിയായിരിക്കുന്ന ഒരാൾ ജീവിതത്തിൻ്റെ പ്രതിസന്ധിയിലൂടെ ഒക്കെ പോവുകയാണെങ്കിൽ അദ്ദേഹം ചെയ്യേണ്ട ഒരു കാര്യം ദീർഘക്ഷമയോടിരിപ്പിൻ. ഈവൻ പണമുള്ള ആളാണെന്നിരുന്നോട്ടെ, കാര്യം അയാൾക്ക് റെസ്ട്രിക്ഷൻസ് ഉണ്ട്. അയാൾ എങ്ങനെയാണ് പണം ഉപയോഗിക്കേണ്ടതെന്നുള്ളത് നമ്മൾ അതിൻ്റെ മുൻപേ ഉള്ള ലെസണിനകത്ത് പഠിക്കുവാൻ തക്കണം ഇടയായി തീർന്നു. അപ്പോൾ മറ്റുള്ളവരുടെ കൂട്ടുള്ള രീതിയിലല്ല അവനത് ഉപയോഗിക്കുന്നത്. അപ്പം നിശ്ചയമായിട്ടും അവൻ്റെ ഹൃദയത്തിനകത്ത് പ്രയാസം ഉണ്ടാകാം. അപ്പോൾ അവനും ദീർഘക്ഷമയോടിരിക്കണം. കാരണം ഇതിനെല്ലാം പ്രതിഫലം തരുന്ന ഒരു ദൈവമാണ് നമ്മുടെ ദൈവം. അപ്പം നമ്മൾ ഓർക്കേണ്ട കാര്യം ഇതാ, നമ്മൾ സഹോദരന്മാരെ, കർത്താവിൻ്റെ നാമത്തിൽ സംസാരിച്ച പ്രവാചകന്മാരെ കഷ്ടാനുഭവത്തിനും ദീർഘക്ഷമയ്ക്കും ദൃഷ്ടാന്തമായി വിചാരിച്ചോൾവിൻ. നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം അതാ. ഇത് നമ്മളല്ല ആദ്യം ഇതിനകത്തൂടെ പോകുന്നത്. നമുക്ക് മുന്നമേ ഒത്തിരി പേര് പോയിട്ടുണ്ട്. ഞങ്ങളുടെ പേഴ്സണൽ ഫാമിലി ടൈമിൽ ബൈബിൾ സ്റ്റഡിക്കകത്ത് ഞങ്ങൾ പല ദൈവത്തിൻ്റെ വചനത്തിൻ്റെ പല ഭാഗങ്ങൾ ഒരുമിച്ചിരുന്ന് പഠിക്കാറുണ്ട്. അപ്പം ഞങ്ങൾ യെശയ്യാ പ്രവചനം ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുക. യെശയ്യാ പ്രവചനം ഞങ്ങളെല്ലാവരും ഇരുന്ന് പഠിക്കുമ്പോൾ നമ്മൾ യെശയ്യാവിനെക്കുറിച്ചൊക്കെ കേൾക്കുമ്പോൾ എന്തൊരു വലിയ പ്രവാചകൻ. വേദപുസ്തകത്തിൽ ഇത്രയും വലിയ ഒരു ബുക്ക്, 66 അധ്യായങ്ങളുള്ള ഒരു ബുക്ക്, ദൈവം അദ്ദേഹത്തിന് അങ്ങനൊരു ഇതെല്ലാം കൊടുത്തു. വലിയ പ്രവാചകൻ എന്നുള്ള പേരിൽ നമ്മൾ അറിയപ്പെടുന്ന ആ മനുഷ്യനെ അറുത്ത് കൊല്ലുകയായിരുന്നു. അറക്കവാളിനാൽ അറുത്ത് കൊല്ലുകയായിരുന്നു. അദ്ദേഹം ഒത്തിരി കഷ്ടത അനുഭവിച്ചു. നമ്മൾ ആ ഭാഗമൊന്നും നമ്മൾ കാണുന്നില്ല. ദൈവം എന്തേ കേട്ടില്ലേ അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥന? അദ്ദേഹവും സ്വാഭാവികമായിട്ട് പ്രാർത്ഥിച്ചു കാണുമല്ലോ, കർത്താവേ എന്നെ വിടുവിക്കണമേ. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഒത്തിരി കഷ്ടതയുണ്ടായിരുന്നു. പക്ഷേ ആ കഷ്ടതയുടെ നടുവിൽ അദ്ദേഹം പ്രാർത്ഥിച്ചു എന്നുള്ളതിന് യാതൊരു സംശയമില്ല. കഷ്ടതയിലാകുന്ന ഏത് ദൈവവൈതലും പ്രാർത്ഥിക്കും, കർത്താവേ ഇതിൽ നിന്ന് വിടുവിക്കണം, എനിക്ക് ഈ അവസ്ഥയ്ക്ക് വ്യത്യാസം വരണം. പക്ഷെ അദ്ദേഹത്തിൻ്റെ അവസ്ഥയ്ക്കൊന്നും വ്യത്യാസം വന്നില്ല. അവസാനം അദ്ദേഹത്തെ അറുത്തു കൊല്ലുന്നു. അറക്കവാളിന് ഒന്ന് ആലോചിച്ച് നോക്കെ, വെട്ടുകത്തി കൊണ്ട് ഒറ്റ വെട്ടിന് കൊല്ലുകയാണെങ്കിൽ ദാറ്റ് ഈസ് ഫൈൻ. കത്തി കൊണ്ട് കുത്തിക്കൊല്ലുകയാണെങ്കിൽ ദാറ്റ് ഈസ് ഫൈൻ. വെടിവെച്ച് കൊല്ലുകയാണെങ്കിൽ ദാറ്റ് ഈസ് ഫൈൻ. ഇനി അതല്ല, സ്വാഭാവികമായിട്ടുള്ളൊരു വാളുകൊണ്ട് ഒറ്റ വെട്ടിന് കൊല്ലുകയാണെങ്കിൽ ദാറ്റ് ഈസ് ഫൈൻ. എന്നാൽ അറക്കവാള് കൊണ്ട് അറക്കുക എന്ന് പറഞ്ഞാൽ എന്തൊരു പെയിൻഫുൾ ആയിരിക്കും എന്നൊന്ന് ചിന്തിച്ച് നോക്കിയേ. അതും നമ്മുടെ കഴുത്തോ വയറോ ഒന്നുമല്ല, ഒത്ത നടുകയെ ഒരുത്തനെ പിളർത്തുക, താഴെ നിന്ന് മേലോട്ട് പിളർത്തുക. ഇറ്റ് ഈസ് വെരി പെയിൻഫുൾ. അപ്പൊ ഇവിടെ പറഞ്ഞേക്കുക, നിങ്ങൾ ഇതിൻ്റെ എല്ലാം നടുവിൽ സഹിഷ്ണുത കാട്ടിയവരെ നിങ്ങൾ ഓർക്കണം. കഷ്ടാനുഭവത്തിനും ദീർഘക്ഷമയ്ക്കും ദൃഷ്ടാന്തമായിട്ട് നമ്മൾ അവരെ വിചാരിക്കണം. ഇനി ഇതിൻ്റെ വേറൊരു ഭാഗവും കൂടെ ഞാൻ പറയാം. നമ്മൾ സ്വാഭാവികമായിട്ടും കത്തോലിക്ക സഭകളിൽ, അതുപോലെ തന്നെ നമ്മൾ യാക്കോബ് സഭയിലൊക്കെ കാണുന്നൊരു കാര്യമാണ്, വിശുദ്ധന്മാരായിട്ടുള്ള ആളുകളുടെ പിക്ചേഴ്സൊക്കെ അവരുടെ പള്ളികൾക്കകത്ത് വയ്ക്കാറുണ്ട്. അതിലെ വിശ്വാസികൾ ഇതുപോലുള്ള വിശുദ്ധന്മാരായിട്ട് ജീവിച്ചിരുന്ന ആളുകളുടെ പിക്ചേഴ്സ് അവരുടെ വീട്ടിൽ വയ്ക്കാറുണ്ട്. ഇത് എവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്തതാണെന്ന് ചോദിച്ചാൽ ഈ ഭാഗത്തു നിന്നാണ്. കാര്യം നമുക്ക് മുന്നമേ ഒത്തിരി പേര് പോയിട്ടുണ്ട്. അവരുടെ പിക്ചേഴ്സ് കാണുമ്പം നമ്മുടെ ഹൃദയത്തിനകത്ത് ഓർമ്മ വരും, അയ്യോ ഈ മനുഷ്യനും അങ്ങനെ പോയതാണല്ലോ. അത് അവരെ ആരാധിക്കുന്നതിന് വേണ്ടിയല്ല, ഓർക്കുന്നതിന് വേണ്ടി. അപ്പം ഇവിടെ അതേ കാര്യമാണ് പറഞ്ഞേക്കുന്നത്. ഇവിടെ അതിനർത്ഥം നമ്മൾ പടം വെക്കണമെന്നൊന്നുമല്ല ഞാൻ ഈ പഠിപ്പിക്കുന്നത്. ബട്ട് വി ഹാവ് ടു തിങ്ക് there are a lot of people who went before us. There are a lot of people who suffered.
There are a lot of prayers that were not answered. They were better than we people. They did great things for the Lord. They were awesome in every way. But God, in His infinite wisdom, decided not to answer their prayer. അതുകൊണ്ട് അവരുടെ പ്രാർത്ഥനയ്ക്ക് ഇനി ഒരിക്കലും ഉത്തരം കിട്ടത്തില്ലെന്നല്ല. ഞാൻ ആദ്യം തുടങ്ങിയപ്പോൾ പറഞ്ഞു, തൻ്റെ ഭക്തന്മാരുടെ പ്രാർത്ഥനകൾ, അവരുടെ കണ്ണുനീരുകളെല്ലാം തുരുത്തിയിലാക്കി വയ്ക്കുന്ന ദൈവമാണ്. ആശ്വാസം ലഭിക്കുന്ന സമയം വരുന്നുണ്ട്. വിശ്വസ്തയോടെ നിന്ന ആൾക്കാർ അവരെ പ്രകീർത്തിക്കുകയും അവർക്ക് വലിയ പ്രതിഫലം നൽകുകയും ചെയ്യുന്ന സമയം വരുന്നുണ്ട്. പിടിച്ചു നിന്ന ആളുകൾ കിരീടധാരികളായിട്ട് നിൽക്കാൻ പോകുന്ന സമയം വരുന്നുണ്ട്. അപ്പം അതുകൊണ്ട് ദീർഘക്ഷമയോടിരിക്കണം, ഹൃദയം സ്റ്റഡിയാക്കണം. മറ്റുള്ളവരോട് ദേഷ്യപ്പെട്ട് അതിൻ്റെയൊക്കെ നടുവിൽ അതും ഇതുമൊക്കെ പറയാൻ വേണ്ടി പോകരുത്. നമ്മളെ വിധിക്കുന്ന ദൈവമുണ്ട് എന്നുള്ള കാര്യം മനസ്സിലാക്കുക. നമ്മൾ ഓർക്കണം ആളുകളെ. എനിക്ക് മുന്നമേ ഇതുപോലെ ആളുകൾ പോയിട്ടുണ്ട്. ദേ ഓൾ സ്റ്റുഡ് ആൻഡ് ഐ എം സപ്പോസ് ടു സ്റ്റാൻഡ്. എന്നിട്ട് ഇവിടെ പറയുക, സഹിഷ്ണുത കാണിച്ചവരെ നാം ഭാഗ്യവാന്മാർ എന്ന് പുകഴ്ത്തുന്നു. യോബിൻ്റെ സഹിഷ്ണുത നിങ്ങൾ കേട്ടും കർത്താവ് വരുത്തിയ അവസാനം കണ്ടുമിരിക്കുന്നു. കർത്താവ് മഹാകരുണയും മനസ്സലിവും ഉള്ളവനല്ലോ. അപ്പം അതുകൊണ്ട് നമ്മൾ അവരെ ഓർക്കുകയും നമ്മൾ അവസാനമായിട്ട് നമ്മുടെ ഹൃദയത്തിൽ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, കർത്താവ് എല്ലാത്തിൻ്റെയും അവസാനം ശുഭമാക്കി തീർക്കുന്ന ദൈവമാണ്. നിനക്ക് ഇവിടെ എന്തെങ്കിലും കാര്യം വേണോ, അവിടെ പ്രതിഫലം വേണോ എന്ന് ചോദിച്ചാൽ ഞാൻ പറയും എനിക്ക് അവിടെ മതിയെന്ന് പറയും. കാര്യം ഇവിടുത്തെ എല്ലാം കഴിഞ്ഞു പോകുന്നൊരു കാര്യമാണ്. ഇവിടെ അധികമൊന്നും നമുക്ക് എൻജോയ് ചെയ്യാനൊന്നും പറ്റത്തൊന്നുമില്ല. ഞാൻ പറയട്ടെ പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ അപ്രകാരമുള്ള ഒരു ദൃഢനിശ്ചയമുള്ളവരായിട്ട് നമുക്ക് തീരാം. നമ്മുടെ ഓരോരുത്തരുടെയും ക്രിസ്തീയ ജീവിതത്തിൽ പല അനുഭവങ്ങളുണ്ടാകും. ചിലപ്പോൾ കഷ്ടതയുടെ അനുഭവങ്ങളായിരിക്കും ഉണ്ടാകുന്നത്. ചിലപ്പം നമ്മുടെ ജീവിതത്തിൽ പണമില്ലാത്ത അവസ്ഥയായിരിക്കും. അതേസമയത്ത് വേറൊരാൾക്ക് ഇഷ്ടം പോലെ പണം നമ്മൾ അടുത്ത് കാണുന്നുണ്ടായിരിക്കാം. നമ്മൾ വിശ്വസ്തയോടാണ് ജീവിക്കുന്നത്. ഒരു കാരണവശാൽ അതിൽ പുറകോട്ട് പോകരുത്, വിശ്വാസത്തിൽ പുറകോട്ട് പോകരുത്, പ്രാർത്ഥനയിൽ പുറകോട്ട് പോകരുത്. നമ്മളെ കാണുന്ന ദൈവം ഹല്ലേലൂയ തക്ക സമയത്ത് പ്രതിഫലം നൽകുമെന്ന് വിശ്വാസത്തിൽ ദീർഘക്ഷമയോടെ ഇരിക്കണം. നമ്മുടെ ഹൃദയത്തെ സ്ഥിരമാക്കി നമ്മൾ വയ്ക്കണം. എന്ന് പറഞ്ഞാൽ ഹൃദയം ആടാൻ, ചഞ്ചലപ്പെടുവാൻ ഒരിക്കലും നമ്മൾ സമ്മതിക്കരുത്. അതുപോലെ തന്നെ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമാണ്, നമ്മൾ ആ സമയത്ത് വായടയ്ക്കുന്നത് ഏറ്റവും നല്ലതാണ്. ഹൃദയത്തെ സ്ഥിരമാക്കുന്ന കാര്യം പറഞ്ഞപ്പോൾ ഇമോഷൻ്റെ കാര്യം ഞാൻ പറഞ്ഞു. Be careful about that. Don't go with your emotions. Go with the truth that God is a righteous God and He will reward. അതുപോലെ തന്നെ നമുക്ക് മുന്നമേ ഒത്തിരി പേര് പോയിട്ടുണ്ടെന്നുള്ള കാര്യം മനസ്സിലാക്കുക. അവരെയൊക്കെ ഓർക്കുക. അവരെ നിർത്താൻ ദൈവത്തിന് സാധിച്ചെങ്കിൽ നമ്മളെയും കർത്താവ് നിർത്തും. അപ്പം ദൈവം എല്ലാത്തിനും ഒരു ശുഭമായിട്ടുള്ള അവസാനം വരുത്തും എന്ന് മനസ്സിലാക്കി സന്തോഷത്തോടെ ജീവിക്കുവാൻ ദൈവം നമ്മളെ ഇടയാക്കട്ടെ. നമ്മുടെ കണ്ണുകളെ ദൈവസന്നിധിയിൽ അടയ്ക്കാം. പരിശുദ്ധ പിതാവേ, നല്ല സമയത്തിനായി സ്തോത്രം. നിന്റെ കുഞ്ഞുങ്ങളാകുന്ന ഞങ്ങൾക്കിന്ന് കടന്നു വന്ന് വചനം പഠിക്കുവാൻ അങ്ങ് ഞങ്ങളെ ഇടയാക്കിയല്ലോ. കർത്താവേ, ഈ കേട്ട വചനം നിന്റെ ജനത്തിൻ്റെ ജീവിതത്തിന് ആവശ്യമായ വലിയ മന്നയായി തീരുവാൻ ഇടയാകട്ടെ. അവരുടെ ജീവിതത്തിൽ കർത്താവേ, അവർ ജയാളികളായി എപ്പോഴും നടക്കുവാൻ തക്കണം അവരെ ഇടയാക്കണം. ഇന്ന് പകൽക്കാലം ഞങ്ങൾക്ക് തന്ന നല്ല സമയത്തിനായി സ്തോത്രം. ഞങ്ങളോടൊപ്പം അങ്ങിരുന്നത് കൊണ്ട് നന്ദി കരയറ്റുന്നു. അങ്ങയുടെ നാമം വാഴ്ത്തപ്പെടട്ടെ കർത്താവേ. അങ്ങയുടെ ഇഷ്ടം ഞങ്ങളുടെ ജീവിതത്തിൽ നിറവേറട്ടെ. ഞങ്ങൾ ദീർഘക്ഷമയുള്ളവരായി, സഹിഷ്ണുത കാട്ടുന്നവരായി കർത്താവേ, ഹല്ലേലൂയ, ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നവരായി കർത്താവേ. ഞങ്ങൾക്ക് മുന്നമേ കടന്നുപോയ ആളുകൾ അവരുടെ ജീവിതത്തെ ഓർക്കുന്നവരായി, അങ്ങേക്ക് സ്തുതി കരയറ്റുന്നവരായി ആയിരിക്കും ഞങ്ങളെ ഇടയാക്കണം. അങ്ങെല്ലാം ശുഭമാക്കി തീർക്കുന്ന ദൈവമാകിയാൽ സ്തോത്രം. ഇന്ന് രാത്രി ഞങ്ങളെ അനുഗ്രഹിച്ചുകൊണ്ട് നന്ദി കരയറ്റുന്നു. പ്രാർത്ഥന കേട്ടതിനാൽ സ്തോത്രം. ഞങ്ങൾക്ക് വേണ്ടി ജീവൻ വച്ച യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ.